Hello all, welcome to the next video review of the movie reel. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ദൃശ്യം 3. ദൃശ്യം 3 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എനിക്ക് തോന്നിയത് ഒരു നോൺ ഇമ്പാക്ട്ഫുൾ ഫസ്റ്റ് ഹാഫ്, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിങ് സെക്കൻഡ് ഹാഫ് ആൻഡ് ഡിസപ്പോയിൻറ്റിങ് ക്ലൈമാക്സ്. അങ്ങനെയാണ് എനിക്കത് മൊത്തത്തിൽ തോന്നിയത്. ഈ നോൺ ഇമ്പാക്ട്ഫുൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ സെക്കൻഡ് പാർട്ട് പോകുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അതായത് മെയിൻലി ആ ഫാമിലി ലിവിങ് അണ്ടർ ദ ഫിയർ ആൻഡ് ടെൻഷൻ, അപ്പം അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സ്. പക്ഷേ D2ൽ അത് ബേസിക്കലി വളരെയധികം ഓർഗാനിക്കലി ആയിരുന്നു ക്യാപ്ചർ ചെയ്തതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, എന്തുകൊണ്ടോ അത് മച്ച് മോർ റിലേറ്റബിൾ ആയിരുന്നു. ഇവിടെ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ഒബ്വിയസ്ലി ടൈം ഹാസ് പാസ്ഡ്, അപ്പോൾ അത് കാരണം വരുന്ന ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം മാറുന്നുണ്ട്. പക്ഷേ ഇറ്റ് ലുക്സ് മോർ ലൈക്ക് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് മറ്റേ എങ്ങനെയും ഇതിൻ്റെ മേജർ പാർട്ടിലോട്ട് എത്തത്തക്ക രീതിയിൽ കൊണ്ടുവരുത്തി വെച്ച ഇവൻറ്റ്സ് പോലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് ആ ഒരു നെസസറി ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണക്ട് ടു ദ ക്യാരക്ടേഴ്സ് D2ൽ കിട്ടിയതുപോലെ ഒരു വകുപ്പിലും തോന്നില്ല. എന്നിട്ടാണ് നമ്മൾ ആ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നത്. ഐ മീൻ ഒബ്വിയസ്ലി ദ ഇൻ്റർവെൽ ഇസ് എ ബാങ്കർ, അതൊരു രസം ഉണ്ടായിരുന്നു. അതിനുശേഷം നടക്കുന്ന ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, കാരണം ഈ സ്റ്റോറി മെയിൻലി പ്രൊപ്പർലി ചെയ്യുന്നത് ആ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ടേക്കൺ പ്രെറ്റി വെൽ. കാരണം അത് നല്ല രീതിയിൽ പോയിട്ടുണ്ട്, സാമാന്യം എൻഗേജിങ് ആണ്, ആവശ്യത്തിനധികം ആ ടെൻഷന് സസ്പെൻസ് അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു രസമായിട്ടാണ് അത് പോകുന്നത്. അപ്പം മെയിൻലി അതിനകത്ത് ഈ പാർട്ട് വരുമ്പോഴത്തേക്ക് ഐ മീൻ ഒരുപാട് ക്യാരക്ടർ ട്രാൻസിഷൻസ് ഉണ്ട്. അത് ഫുള്ളി കൺവിൻസിങ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഐ മീൻ നമുക്കൊരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കാം. കാരണം ഇത്രയും കൊല്ലമായി ആൾക്കാർ എന്തായാലും ഒബ്വിയസ്ലി സ്വഭാവം കാര്യങ്ങളൊക്കെ മാറുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻഗേജിങ്. അങ്ങനെ അത് പോയി വളരെ ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് പോയി ആ ഗ്രാഫ് ഇങ്ങനെ അപ്പായി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ക്ലൈമാക്സ് വരുന്നത്. ക്ലൈമാക്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ D2ൻ്റെ ക്ലൈമാക്സിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഉള്ളത്, ഇസ് ഇറ്റ് റിയലി പോസിബിൾ? ഐ മീൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അതിലെ ആ മെയിൻ USP എന്ന് പറഞ്ഞാൽ ആ നായകൻ്റെ ഡയലോഗ് തന്നെയാണ്, സാർ ഇത് ഒത്തുവരണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വേണം, പിന്നെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നതാണ്. ഈ D3 വരുമ്പോഴത്തേക്ക് ഇതിലെ കാര്യങ്ങൾ ഐ മീൻ ഒബ്വിയസ്ലി ആ പ്ലോസിബിൾ ആണോ എന്നുള്ളത് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ എന്നാലും കാര്യങ്ങൾ ലുക്സ് വെരി റഷ്ഡ്. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ പെട്ടെന്ന് തീർത്തത് പോലും ആൻഡ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കൺവിൻസിങ്. കാരണം ആ കൊണ്ട് നിർത്തിയിരിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന എലിമെൻറ്റ്സ് എല്ലാം കൂടെ ഐ മീൻ ഫോർ മീ പേഴ്സണലി ഇറ്റ് ഇസ് എ ടോട്ടൽ ഡിസപ്പോയിൻമെൻറ്റ്. ആ ക്ലൈമാക്സും ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ടെയിൽ എൻഡ് കൂടെ വരുന്നുണ്ട്, അത് മേക്സ് ഇറ്റ് ലുക്ക് ഈവൺ വേഴ്സ്. അപ്പം അങ്ങനെയാണ് മൊത്തത്തിൽ അത് തീർന്നിരിക്കുന്നത്. പക്ഷേ ഇനി പെർഫോമൻസസ് നോക്കിക്കഴിയുകയാണെങ്കിൽ ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഏർലിയർ വേർഷൻസിലുള്ള പലരും അവരുടെ റോള് റിപ്രൈസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ദ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആൻഡ് ഓൾ. ദെൻ മോഹൻലാൽ ഐ മീൻ ആ ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഒരു ട്രാൻസിഷൻ പോകുന്നത്. ഐ മീൻ ആൻഡ് ദ വേ ഹി ഹാസ് ഡൺ ദ വൾണറബിലിറ്റി ഓഫ് ദാറ്റ് ക്യാരക്ടർ, ഐ മീൻ ദാറ്റ് ഡിസേർവ്സ് ആൻ അപ്ലോസ്. ഹി ഹാസ് ഡൺ ഇറ്റ് റിയലി വെൽ. അങ്ങനെ നല്ല രീതിയിൽ അത് പോയിട്ടുണ്ട്. അപ്പം ബേസിക്കലി സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ദൃശ്യം 3 is not a total disappointment. I mean, by no means it's a total disappointment, and it has enough content to keep a lot of people happy. I mean, I still expect it to be a hit. But then, I mean, ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഒരു USP എന്ന് പറഞ്ഞാൽ മെയിൻലി എനിക്ക് തോന്നുന്ന നമുക്ക് ആ ഇമോഷണൽ കണക്ട് ടുവേർഡ്സ് ദ ക്യാരക്ടേഴ്സ്, പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിങ് സെക്കൻഡ് ഹാഫ്സ്. ബേസിക്കലി ഇറ്റ് വാസ് വെരി എൻഗ്രോസിങ്. പിന്നെ ഇൻ്റലിജൻറ്റ് സ്ക്രിപ്റ്റ് ആൻഡ് ബാങ്കർ ക്ലൈമാക്സ്. ഇതായിരുന്നു ഞാൻ എപ്പോഴും ഈ ഇതിന് മുമ്പിലത്തെ 2 ഇൻസ്റ്റാൾമെൻറ്റിൽ ഹൈലൈറ്റ് ആയിട്ട് കണ്ടത്. But sadly, in the third part, other than an interesting and engrossing second half, I miss all the other factors. So, till we are back with the next review, thank you and bye-bye.